തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരെ തടഞ്ഞ സമരക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദിന്റെ പരാതിയിലാണ് നടപടി. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് വലിയതുറ പോലീസ് കേസെടുത്തത്. അഷിൻ ഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷിൻ ഡിയാഗോ, ഈ കണ്ടാലറിയാവുന്ന 15 പേരെന്ന് പറയുമ്പോൾ അഷിനും അവരെ കണ്ടതാണല്ലോ. എങ്ങനെയാണ് കേസിന്റെ വിവരങ്ങൾ? സുജിയ, ഇന്നലെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റുകൾ പുനരാരംഭിച്ചു എന്ന് പറയാനാകില്ലെങ്കിലും 3 പേരുടെ ടെസ്റ്റ് നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 3 പേരിൽ ഒരാൾ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളായിരുന്നു. ഈ പെൺകുട്ടി ഇന്നലെ ടെസ്റ്റിന് വേണ്ടി റോഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നതിനായി മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ഈ കുട്ടി എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു സമരക്കാരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത്. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ കുട്ടിക്ക് അസഭ്യമടക്കം നേരിടേണ്ടി വരുന്നു. അസഭ്യം പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. മാത്രമല്ല, ഈ വാഹനത്തിൽ അടിച്ചു വരെ ഈ പ്രതിഷേധകർ ഈ വാഹനം തടയാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് കടക്കുന്നതും ടെസ്റ്റ് പൂർത്തിയാക്കുന്നതും. പക്ഷേ ഈ ടെസ്റ്റ് ഈ കുട്ടി ഫെയിലാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ പുറത്തു നിന്ന പ്രതിഷേധകർ വലിയ രീതിയിൽ കൂവി വിളിക്കുകയും മാത്രമല്ല ഈ പുറത്തു നിന്നുകൊണ്ട് തന്നെ അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ടെസ്റ്റ് ഫെയിലായതിനു ശേഷം ഈ കുട്ടിയും അതുപോലെ തന്നെ പിതാവായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഇരുവരും അവർ വന്ന കാറിൽ തന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇത്തരത്തിൽ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഹനം അവിടെ തടഞ്ഞു നിർത്തുകയും ഈ കുട്ടിയെ ഇത്തരത്തിൽ കൂകി വിളിക്കുകയും അസഭ്യം പറയുന്ന ഒരു സാഹചര്യവും ഈ ഉദ്യോഗസ്ഥന് നേരെയും അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിനോദ് ഇത്തരത്തിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതായത് പരാതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ ടെസ്റ്റിലെത്തിയ തന്നെയും മകളെയും ഇത്തരത്തിൽ സമരക്കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു, വാഹനത്തിൽ അടിച്ച് പ്രതിഷേധിച്ചു, മാത്രമല്ല ഭീഷണിപ്പെടുത്തി എന്നിവയാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. പിന്നാലെ ഇന്ന് രാവിലെയാണ് ഈ വലിയതുറ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതിഷേധം നടത്തിയ 15 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ 15 പേരിൽ സ്ത്രീകളടക്കമുണ്ട്. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് വലിയതുറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തടഞ്ഞുവെക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നിവ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നും ഈ മുട്ടത്തറയിൽ ടെസ്റ്റ് പുനരാരംഭിക്കാനായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ന് 40 പേരായിരുന്നു ഇത്തരത്തിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ആരും തന്നെ ടെസ്റ്റിന് എത്തിയില്ല. തുടർന്ന് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്നലെ ശരി, അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.